ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അടിയന്തര പ്രമേയം ഇതിനു മുൻപ് കൊണ്ടുവന്നതാണ്, ശരിയാണ്, തിരുവഞ്ചൂർ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അന്ന് അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരിഗണിച്ചില്ല. ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലല്ലേ? ഹൈക്കോടതി പരിഗണിക്കുന്നു, സുപ്രീം കോടതി വരെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അതിൽ ചർച്ച പറ്റുക? ആര്യ, സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ നിലപാടിൽ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നത്. പക്ഷേ അന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി പോലും നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അന്ന് സ്പീക്കർ പറഞ്ഞത് ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഈ വിഷയം സഭയിൽ ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അന്ന് നോട്ടീസിൻ്റെ അവതരണാനുമതി പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നും സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അന്നത്തെ അവസ്ഥ ഈ പറയുന്ന വാസുവും അല്ലെങ്കിൽ എൻ വാസുവും പത്മകുമാറും അടക്കമുള്ള കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളായിരുന്നു പ്രതിക്കൂട്ടിലെങ്കിൽ വി എൻ വാസവൻ അടക്കമുള്ള ആളുകളെയും പ്രശാന്തിനെ അടക്കമുള്ള ആളുകളെയും പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് പ്രതിപക്ഷ ആരോപണം ഉയർന്നിരുന്നത് എങ്കിൽ അതിന് തിരിച്ച് മറുപടി പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ അന്ന് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോൾ ഭരണപക്ഷത്തിന് ഉയർത്തിക്കാട്ടാൻ ചിത്രങ്ങളുണ്ട്. പ്രത്യേകിച്ചും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിക്കൊപ്പം പോയതിൻ്റെ ചിത്രങ്ങൾ, അവർക്കൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നതിൻ്റെ ചിത്രമുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉയർത്തി പ്രതിരോധിക്കാനുള്ള ഒരു ഘടകം ഈ പറയുന്ന ഭരണപക്ഷത്തിന് ലഭിച്ചതാണ് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാനുള്ള നിലപാടിലേക്ക് അവരെ മാറ്റിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ ആര് ചോദിച്ചതുപോലെ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും അതിന് നിയമപരമായ നടപടികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഒരുപാട് നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ കോടതിയിൽ നിന്നും ഉണ്ടാകുകയും ഇടക്കാല ഉത്തരവൊക്കെ ഉണ്ടാകുകയും ചെയ്തതാണ്. അപ്പോൾ കോടതിയുടെ പരിഗണനയിലും വിഷയം ഈ കഴിഞ്ഞ തവണ ഹൈക്കോടതി പരാമർശിച്ച 5 പേരുണ്ട്. ഇതുവരെ പിടിയിലായ ആളുകൾക്ക് പുറമെ 5 പേർ കൂടി, 5 പേരെന്ന് കോടതി പറയുന്നുണ്ട്. ആരാണ് ആളുകൾ എന്ന് നമുക്കറിയില്ല ഇപ്പോഴും. അതിൽ ദേവസ്വം മന്ത്രി, ഒരുപക്ഷെ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടാകാം. അത് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. പക്ഷെ അവരിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സഭയ്ക്കകത്ത് വി ശിവൻകുട്ടി അടക്കമുള്ള ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായ വിമർശനമാണ് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് വേണമെന്ന് വി ശിവൻകുട്ടി പറയുമ്പോൾ അതേ ജില്ലയിൽ നിന്നുള്ള മുൻമന്ത്രിയായിരുന്ന ഇപ്പോൾ MLA ആയിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആ നിലപാട് ആവർത്തിച്ച് പറയാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്, അല്ലാതെ വി ഡി സതീശനല്ല. വി ഡി സതീശൻ പറയുന്നതിനും അപ്പുറത്തേക്ക് ഒരു പടി കടന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം ഉണ്ടായത്. സോണിയാഗാന്ധി ഒരാൾ കള്ളനാണെന്ന് അറിഞ്ഞ ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഒരാൾ എത്തി ഒരു ചിത്രം എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെയാണ് തൻ്റെ കാര്യമെന്ന് കടകംപള്ളി അതിനെ ഇങ്ങനെ തുല്യതപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒന്നും സഭയിൽ അവസാനിക്കാൻ പോകുന്ന യാതൊരു മട്ടും ഭാവവും കാണുന്നില്ല. ഇന്നിപ്പോൾ അതാണ് കണ്ടത്. നേരത്തെ പി സി വിഷ്ണുനാഥ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ടി പി രാമകൃഷ്ണൻ ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം സംസാരിക്കുന്നു. ആ സംസാരം നടക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുമ്പോൾ തന്നെ ഭരണപക്ഷ അംഗങ്ങൾ ഈ ഫ്രണ്ടിലേക്ക് ഇറങ്ങി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് വലിയ വാഗ്വാദമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുണ്ടായിരിക്കുന്നത്. ഒരു ഭാഗത്ത് കടകംപള്ളി സുരേന്ദ്രൻ, മറുഭാഗത്ത് സോണിയാഗാന്ധി. അങ്ങനെയാണ് ആരോപണ ശരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സോണിയാഗാന്ധിയെ ന്യായീകരിക്കുന്നത് നമ്മൾ കേട്ടു. എന്തായാലും ഇന്ന് അസാധാരണമായ കാഴ്ചകളാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും കണ്ടത്. പുറത്ത് ഭരണപക്ഷത്തു നിന്നുള്ള MLA-മാരാണ് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്തുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എന്നുള്ളത് ഭരണപക്ഷം ചോദിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടേ, അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ പ്രമേയം കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് ഭരണപക്ഷ MLA-മാരുടെ ചോദ്യം. അതിന് പ്രതിപക്ഷത്തിന്റെ മറുപടി ഇതാണ്: പണ്ട് കൊണ്ടുവന്നപ്പോൾ കോടതിയിലല്ലേ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ തന്നെയല്ലേ, അപ്പോൾ സമരമാണ്, അല്ലാതെ ഇനി ചർച്ചയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്.